അസ്സലാമു അലൈക്കും. നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നല്ല നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല അരിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് നെയ്യപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീട്ടിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത് പോലെ തന്നെ നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. ഈ നെയ്യപ്പം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല, കറക്റ്റ് ആയിക്കണമെന്ന് മനസ്സിലാവൽ. അരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും മുൾഭാഗം ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന ഒരു സോഫ്റ്റ്നെസ് ഉള്ളൊരു ഷേപ്പും ഉള്ളിൽ നമ്മൾ പൊളിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെടുത്തിരിക്കും. അതുപോലെ തന്നെ പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. കഴിക്കാൻ നല്ല മാർദ്ദവമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നെയ്യപ്പം. ഉൾഭാഗം നല്ല മാർദ്ദവമായിട്ടാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനിപ്പോൾ ഞാൻ 250 ml 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി അരി തന്നെ എടുക്കാൻ നോക്കാം. അത് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്നതൊന്ന് കുതിർത്തി വെക്കാം. മാക്സിമം ഒരു 8 മണിക്കൂർ കുതിർത്തി വെക്കാം. 5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. ഞാനതൊരു 8 മണിക്കൂർ കുതിർത്തി വെക്കുന്നുണ്ട്. കുതിർത്തി വെച്ച അരി ഒന്നും കൂടി ഞാൻ കഴുകിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളത്തോടെ കോരിയിടുന്നതിനെക്കാട്ടി നല്ലത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് കോരുന്നതാണ്. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ കുറേശ്ശെ ഊറ്റി എടുത്തിട്ടാണ് ഇടുന്നത് വെള്ളത്തിൽ നിന്ന്. പച്ചരി ഇപ്പോൾ ജാറിലേക്ക് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളത്തിൻ്റെ അംശം പാടില്ല. ശർക്കര വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 4 കട്ട ശർക്കര 3/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു 250 ml 1 കപ്പ് കിട്ടിയിട്ടുണ്ട് ശർക്കര വെള്ളം. അരിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്കൊരു 3/4 കപ്പോളം വേണ്ടി വരും ഇത് അരച്ചെടുക്കാനായിട്ട്, അരി അരക്കാനായിട്ടുള്ളത്. ഒരുപാട് വെള്ളത്തിലൊന്നും നമ്മളിത് അരച്ചൊന്നും എടുക്കില്ല. ഇപ്പോൾ നമുക്ക് ഇത്ര വെള്ളത്തിലൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ ഒരു 3/4 കപ്പോളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്, കുറേശ്ശെ ഒഴിച്ചിട്ട്. ഇനി അതിലേക്ക് ആട്ടപ്പൊടിയാണ് 125 ml കപ്പിന് 1 കപ്പ് ആട്ടപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരാം. ഒരുപാടിട്ട് കറക്കരുത്. സോഫ്റ്റ്നെസ്സിനാണ് ആട്ടപ്പൊടി ചേർക്കുന്നത്. ബാക്കിയുള്ള ശർക്കര വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. 250 ml ആ ഒരു കപ്പ് ശർക്കര വെള്ളം നമ്മളിപ്പോൾ ഇതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ 2 പ്രാവശ്യത്തിലായിട്ട് ആ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആട്ടപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കാനേ പാടുള്ളൂ. ഒരുപാട് നേരം കറക്കരുത്. ഒന്ന് സോഫ്റ്റിനായിട്ടാണ് ആട്ടപ്പൊടി ഇടുന്നത്. ഇതിൻ്റെ മാവ് ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ, അരഞ്ഞ മാവും തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരി ഉണ്ടാവും. ചെറുതായിട്ട് തരി ഉണ്ടാവും നമ്മളെ കയ്യിൽ. അരഞ്ഞിക്കണം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു തരി ഉണ്ടാവണം. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഒരുപാട് തരി ഉണ്ടാവരുത്, ചെറിയൊരു തരി. 1 സ്പൂണ് ഏലക്കാപ്പൊടി, കരിഞ്ജീരകവും കറുത്ത എള്ളും കൂടി 1 സ്പൂണ് നിറയെ, 3/4 സ്പൂണിൻ്റെ അടുത്തേക്ക് ചെറിയ ജീരകം, ഒരു 1/2 സ്പൂണിനെക്കാട്ടിയും കുറവ് ഉപ്പ്, ഒരു വലിയൊരു സ്പൂണിന് നിറയെ നെയ്യ്. നല്ല പശു നെയ്യ് ഉണ്ടെങ്കിൽ അത്. നെയ്യപ്പാണല്ലോ, നെയ്യ് വേണം. നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്തിട്ട്. നല്ല പശു നെയ്യ് കിട്ടണമെങ്കിൽ അത് ചേർക്കാം. പണ്ടൊക്കെ നെയ്യപ്പം ഉണ്ടാക്കൽ നെയ്യിലാണ് പൊരിച്ചിടൽ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാവൽ. നെയ്യപ്പം നെയ്യിൽ പൊരിക്കണം. ഇപ്പോൾ നല്ല ചിലവ് കൂടുതലാണ് നെയ്യിൽ പൊരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കാം. നെയ്യ് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. നെയ്യ് ഇപ്പോൾ നമ്മൾ ഇതിൽ കൂട്ടിൽ ചേർത്തിട്ടുണ്ട്. പൊരിച്ചെടുക്കുന്നത് നെയ്യിലല്ല, വെളിച്ചെണ്ണയിലാണ്. നെയ്യിൽ പൊരിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നെയ്യിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ പണ്ടത്തെ പലഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളതാണ്. അതൊരു 8 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആകെ 250 ml 1 കപ്പ് ശർക്കര വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ പാകത്തെ മധുരമായിരിക്കും. ഇനി ഇത് നമുക്ക് 8 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ചൂടുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മതി. അല്ല തണുപ്പുള്ള ടൈമാണെങ്കിൽ ഒരു 8 മണിക്കൂർ എന്തായാലും വേണം.
ഇപ്പോൾ നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലേക്ക് 250 ml 1 കപ്പ് ശർക്കര വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ മാവിൻ്റെ പരുവം നമുക്ക് നോക്കാം. ഇതുപോലെ കട്ടിയാവണം മാവ്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി കുറുകിയിരിക്കണം. എന്നാലിട്ട് ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടി പാടില്ലേനും. ചെറിയ തരി ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും കലക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കേണ്ടത്. നല്ല കലക്കിയിട്ട് ഒഴിക്കണം. ഇതാണ് പെർഫെക്റ്റ്. നമ്മൾ ആകെ 250 ml 1 കപ്പ് ശർക്കര വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു മാവ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുള്ളത്. അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യപ്പത്തിൻ്റെ. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ പ്രാവശ്യം ഇളക്കിയിട്ട് വേണം മാവ് ഒഴിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു എണ്ണയിലേക്ക് ഒഴിച്ച് ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് പൊന്തി വരും. പൊന്തി മേൽഭാഗം ബബിളായിട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നല്ല കറക്റ്റായിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. എണ്ണയിലേക്ക് ഒഴിച്ച് ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊന്തി വരും. അടിയിൽ നിൽക്കുന്ന നെയ്യപ്പത്തിൻ്റെ മാവ് മുകളിലേക്ക് നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ നല്ല ബബിളായി കിട്ടും. അതാണ് കറക്റ്റ്. ഇനി നമുക്കിതൊന്ന് സൈഡൊന്ന് മറിച്ചിട്ട് വേവിക്കാം. നെയ്യപ്പം വേവാൻ കുറച്ച് ടൈം പിടിക്കും. 2 സൈഡും ഒരുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ആവണ തരത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം. എപ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം മാവ് നമ്മളെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. മാവിന് ചെറിയ തരി ഉള്ളതല്ലേ, അപ്പോൾ തരിയൊക്കെ അടിയിൽ പോയി കിടക്കേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഓരോ പ്രാവശ്യവും മാവ് കോരി ഒഴിക്കാൻ. പിന്നെ തീയിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. നമുക്ക് എപ്പോഴും തീ കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ ഉള്ളു വേവൂല, ആ സോഫ്റ്റ്നെസ് കിട്ടൂല, മോൾഭാഗം പെട്ടെന്ന് മുരിഞ്ഞു പോവും. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ ഒഴിച്ച പാടനെ പൊന്തി വന്ന പാടനെ നമ്മൾ മറിച്ചിടരുത്. കുറച്ച് നേരം ഒന്ന് മുകളിലേക്ക് ഒക്കെ എണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിടാവുള്ളൂ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറുള്ള നെയ്യപ്പമാണ്. അരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നെയ്യപ്പം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം മാവ്. ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലുള്ള ഈ ചട്ടിയിലേക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മുകളിലേക്ക് വന്ന് നന്നായിട്ട് ബബിളായിട്ട് പൊന്തും. അതാണ് കറക്റ്റ് മാവിൻ്റെ പരുവം. ഇങ്ങനെ പൊന്തി വരുന്നതാണ് കറക്റ്റായിട്ട് മാവ് കറക്റ്റ് നെയ്യപ്പത്തിൻ്റെ പരുവാകുന്നത്. വെള്ളം കൂടരുത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പരന്നടിച്ച് പോകും, ഷേപ്പൊന്നും കിട്ടില്ല, ഉള്ളൊക്കെ കറക്റ്റ് ആവില്ല. പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ എണ്ണ ഒന്ന് ഇതിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയ്യിലുണ്ടൊന്ന് തെറിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ടാൽ മതി. അപ്പം തന്നെ മറിച്ചിടരുത്. ഇപ്പോൾ 2-3 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിടണം. വെള്ളത്തിൻ്റെ അളവും അതുപോലെ തീയും നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നെയ്യപ്പം പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എത്ര കറക്റ്റ് വെള്ളം തന്നെ എടുക്കാൻ നോക്കാം. ശർക്കര വെള്ളമാണ് വേണ്ടത് എടുക്കുന്നത്, അല്ലാതെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അഥവാ കട്ടിയാണ് മാവെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ ഒക്കെ നേര് ചൂടുള്ള വെള്ളം മാത്രം ചേർക്കേണ്ടത്. അപ്പം നമ്മളെ നെയ്യപ്പമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിതുകൊണ്ട് ഒരു 15ഓളം നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടുന്നതാണ്. പിന്നെ നെയ്യപ്പം ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ കറക്റ്റ് ആവണമെന്നില്ല. ഒരു 2 പ്രാവശ്യമൊക്കെ ആകുമ്പോഴാണ് നെയ്യപ്പത്തിൻ്റെ കറക്റ്റ് നമുക്ക് മനസ്സിലായി കറക്റ്റായി കിട്ടുള്ളൂ. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.